ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡൈഇലക്ട്രിക് പോളറൈസേഷനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. അതായത് ഇങ്ങനെയുള്ള ചാർജ്ഡ് ആയ രണ്ട് ഷീറ്റിനിടയിൽ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E0 എന്ന് വിളിച്ചു. ഇതിനിടയിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് വെച്ചു. നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ്, നോൺ പോളാർ ഡൈഇലക്ട്രിക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ഇതിലുള്ള സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും, നെഗറ്റീവ് ഇങ്ങോട്ട്. അപ്പോൾ ഇതിലുള്ള ഓരോ മോളിക്കൂൾ എങ്ങനെയാവും എന്നാണ് പറഞ്ഞത്, മോളിക്കൂള് അല്ലേ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് അങ്ങോട്ടും സെൻറ്റർ ഓഫ് മാസ് ഓഫ് നെഗറ്റീവ് ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റായി നിൽക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയാണ്, ഇതല്ലേ പോളറൈസേഷൻ അല്ലേ. അങ്ങനെ ഓരോ മോളിക്കൂളും അങ്ങനെയായി മാറും അല്ലേ, ഓരോ മോളിക്കൂളും അങ്ങനെയായി മാറും. അപ്പോൾ എല്ലാ മോളിക്കൂളിൻ്റെയും ഈ ഭാഗത്ത് നെഗറ്റീവും ആ ഭാഗത്ത് പോസിറ്റീവും അല്ലേ വരുന്നത്. അപ്പോൾ ഈ സൈഡല്ലേ നെഗറ്റീവ് വരുന്നത്, ഈ സൈഡ് നെഗറ്റീവ് വരുന്നു, ഈ സൈഡല്ലേ പോസിറ്റീവ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങനെയാണല്ലോ ഉള്ളത്, ഈ സൈഡ് നെഗറ്റീവ് ആ സൈഡ് പോസിറ്റീവ് ആയിട്ടല്ലേ ഉള്ളത്. അങ്ങനെയല്ലേ ഓരോ മോളിക്കൂളും ഉള്ളത് അല്ലേ. പോസിറ്റീവ് അങ്ങോട്ട് നെഗറ്റീവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ സൈഡ് ഫുള്ള് നെഗറ്റീവ് ആ സൈഡ് ഫുള്ള് പോസിറ്റീവ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ മോളിക്കൂൾ കാണിക്കുന്നതിന് പകരം ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ സൈഡ് ഫുള്ള് നെഗറ്റീവ് അല്ലേ. അപ്പോൾ മോളിക്കൂളൊന്നും ഇനി കാണിക്കുന്നില്ല, ഈ സൈഡ് ഫുള്ള് നെഗറ്റീവ്, ഈ സൈഡ് ഫുള്ള് പോസിറ്റീവ്. കാരണം ഓരോ മോളിക്കൂൾ അങ്ങനെയായി മാറുകയാണ്, ഈ ഭാഗം നെഗറ്റീവ് ആ ഭാഗം പോസിറ്റീവ് ആയിട്ടാണ് ഓരോ മോളിക്കൂൾ ആകുന്നത്. അപ്പോൾ അല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചെന്നാ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് അല്ലേ, ഓരോ മോളിക്കൂളിൻ്റെയും ആ മോളിക്കൂളിനെല്ലാം മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഓരോന്നിൻ്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും അല്ലേ. നെഗറ്റീവ് സൈഡ് ടു പോസിറ്റീവ് സൈഡാണ് ഡൈപോൾ മൂവ്മെൻറ്റ് അല്ലേ, ഡൈപോൾ മൂവ്മെൻറ്റ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇത് നമ്മൾ കാണിച്ചിരിക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് σ/ε0 അല്ലേ. സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർഫസ്, ഇതിൻ്റെ ചാർജ് ഞാൻ Q എന്നെടുത്തു. Q ഈ പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്, ഈ പ്ലേറ്റിൻ്റെ ഏരിയ നമ്മൾ A എന്നെടുത്തു അല്ലേ, അതുപോലെ ഇതിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി മാറി. അപ്പോൾ നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് ഡൈപോൾ മൂവ്മെൻറ്റ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പോളറൈസേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഓരോ മോളിക്കൂളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ അല്ലേ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് E0, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് E0 ഫ്രം ദിസ് പോസിറ്റീവ് സൈഡ് ടു നെഗറ്റീവ് സൈഡ്. ഇനി ഈ മെറ്റീരിയലിന് നമ്മൾ വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക്കിന് എന്ത് സംഭവിച്ചു, പോളറൈസേഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഓരോ മോളിക്കൂൾ ഇങ്ങനെയായി മാറി. മോളിക്കൂൾ നമ്മളിപ്പോൾ കാണിക്കുന്നതിന് പകരം നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെയായി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ. അതിനെ ഞാൻ EP എന്നെടുത്തു, EP. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി, അതിനെ ഞാൻ EP എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആവില്ല, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഡ്യൂ ടു പോളറൈസേഷൻ, ഈ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് EP അല്ലേ, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക്. ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -E അല്ലേ. അപ്പോൾ E0 - EP വരും. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡൈഇലക്ട്രിക്, ഈ ഡൈഇലക്ട്രിക്കിൻ്റെ അകത്തുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് E0 - EP വരും. ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്, അപ്പോൾ ഡൈഇലക്ട്രിക്കിനകത്ത് ഉണ്ടാവുക ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ σ/K∪0. പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്, σ/ε0. ഇതിൻ്റെ ഉള്ളിൽ അല്ലേ, മെറ്റീരിയലിൻ്റെ ഉള്ളിലല്ലേ, പുറമേ σ/ε0 ആയിരിക്കും. മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചെന്ന ε0ൻ്റെ സ്ഥാനത്ത് K∪0. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ σ/K∪0. അപ്പോൾ σ/K∪0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എടുക്കില്ലേ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ, അത് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് σ/K∪0. അത് ഓർമ്മിക്കുക. K is called dielectric constant. ഓക്കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്.
ഇനി നമ്മൾ അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ ഈ സൈഡ് നെഗറ്റീവുമായി ഈ സൈഡ് പോസിറ്റീവായി, അപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ സിഗ്മ. സിഗ്മ എന്ന് വെച്ചാൽ Q/A. അതുപോലെ ഇപ്പോൾ ഈ സൈഡ് ഈ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നെഗറ്റീവായി ഈ സൈഡ് പോസിറ്റീവായി, അപ്പോൾ ഈ നെഗറ്റീവിനെ ഞാൻ -QP എന്നും, ഇതിനകത്തുള്ള ചാർജ് ഈ ഷീറ്റിൻ്റെ അകത്തുള്ള ചാർജ് Q ആണ്, ഇതിനെ -QP എന്നും ഇതിനെ നമ്മൾ +QP എന്നും എടുത്തു. ഇതിലാണെങ്കിൽ ഇത് +Q ഇത് -Q. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ L എന്നെടുത്തു, L. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽ ഇത് അപ്പോൾ ഓരോ മോളിക്കൂളും നമ്മൾ പറഞ്ഞു ഓരോ മോളിക്കൂളിനും ഡൈപോൾ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഡൈപോൾ മൂവ്മെൻറ്റ് എത്രയാണ് വരിക മക്കളെ? ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു ഡൈപോൾ ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ L ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചോ. -Q +Q ആണെങ്കിൽ ഡൈപോൾ മൂവ്മെൻറ്റ് എങ്ങനെയാണ് കാണുക? ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദ ചാർജ് Q ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, -1 എടുക്കട്ടെ. Q ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ 2A എന്നാണ് എടുക്കൽ. 2Aക്ക് വരെ ഞാൻ L എന്ന് എടുത്തു. അപ്പോൾ Q ഇൻറ്റു L അല്ലേ വരിക ഡൈപോൾ മൂവ്മെൻറ്റ്. അതേപോലെ ഈ മെറ്റീരിയലിൻ്റെ ഇപ്പോൾ മെറ്റീരിയലിന് എന്ത് സംഭവിച്ചു? പോളറൈസേഷൻ സംഭവിച്ചു, ഇങ്ങനെയായി മാറി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് പോളറൈസേഷൻ സംഭവം. അപ്പോൾ ഓരോ മോളിക്കൂളും ഇങ്ങനെയായി മാറും. ആ മോളിക്കൂളിനെ മൊത്തം വായിച്ചിട്ട് നമ്മൾ ഈ സൈഡ് നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് എത്ര വരും? ഡൈപോൾ മൂവ്മെൻറ്റ് എത്ര വരും? അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് ഈക്വൽ ടു ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചാർജ് എത്ര? QP. അപ്പോൾ QP ഇൻറ്റു L എന്നല്ലേ വരിക. അപ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് QP ഇൻറ്റു L. ഓക്കെ, അത് ഓർമ്മിച്ചോ, ഡൈപോൾ മൂവ്മെൻറ്റ് QP ഇൻറ്റു L. അടുത്തത് പോളറൈസേഷൻ വെക്റ്റർ. പോളറൈസേഷൻ വെക്റ്റർ അതിനെ നമ്മൾ P കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, പോളറൈസേഷൻ വെക്റ്റർ. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡൈപോൾ മൂവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഡൈപോൾ മൂവ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഉള്ള ഡൈപോൾ മൂവ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൂവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് ബൈ വോളിയം എടുക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് നമ്മളെങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ QP അല്ല എടുക്കണ്ട, QP ഇൻറ്റു L വരും. അപ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് QP ഇൻറ്റു L. ഡൈപോൾ മൂവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം നമുക്ക് എങ്ങനെ ഇതാ? വോളിയം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ A അല്ലേ, A ഇൻറ്റു L ഇതിൻ്റെ വോളിയം കൊടുക്കുക. അപ്പോൾ ഇത് ഈ സൈസിന് ഈക്വലാന്ന് വിചാരിക്കുക. അപ്പോൾ ഏരിയ നമുക്ക് A ആയിട്ട് എടുക്കുക, A ഇൻറ്റു L അല്ലേ, A ഇൻറ്റു L അല്ലേ വരിക വോളിയം. അപ്പോൾ A ഇൻറ്റു L. അപ്പോൾ ഡൈപോൾ മൂവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ L ക്യാൻസൽ. ഓക്കെ, അപ്പോൾ ഇത് Q/A അല്ലേ ശരിക്കും? Q/A എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. Q/A എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. അപ്പോൾ ഞാൻ സിഗ്മ P എന്ന് വിളിച്ച്, കാരണം ഇത് QP ആണ്. QP എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ചാർജാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ. ഇതിൻ്റെ അപ്പോൾ സിഗ്മ എന്ന് വെച്ചാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ Q/A ആണ്. Q/A ഇതിലുള്ള Q/A സിഗ്മ P എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതാണ് ഉദ്ദേശിച്ചത്, ഇതിൻ്റെ. അപ്പോൾ Q/A സ്ഥാനത്ത് Qൻ്റെ സ്ഥാനത്ത് QP ആണ്. QP/A അതിനെ ഞാൻ സിഗ്മ P എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ ഡൈപോൾ മൂവ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൂവ്മെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ മെറ്റീരിയലിനകത്തുള്ള അല്ലേ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. അതിനെ EP എന്ന് വിളിച്ചു, EP. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെ ഇക്വേഷൻ പറയും. E0 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള E0 ഈ ഷീറ്റുകളുടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അത് σ/ε0. EP അങ്ങനെയാണെങ്കിൽ EP എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ EPക്ക് വരെ നമുക്ക് σP/ε0 എന്ന് കൊടുക്കുക. ഇത് σ/ε0, ഇത് σP/ε0 അങ്ങനെ കൊടുക്കുക. E എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് σ/K/ε0. മാറിപ്പോരുതേ ഒന്നും. K is called a dielectric constant.
ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ ഇ പി എന്ന് പറയുന്നത് സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ അല്ലേ? നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ പോളറൈസേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഈ മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന, ഞാൻ ജസ്റ്റ് ഒരു മോളിക്യൂളിന് വെച്ച് കാണിക്കാം. ഇത് നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഡയലക്ട്രിക് വിചാരിക്കുക. ഡയലക്ട്രിക്, നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എങ്ങനെയുള്ള സെൻറ്റർ ഓഫ് പോസിറ്റീവും സെൻറ്റർ ഓഫ് നെഗറ്റീവും ഒരു സ്ഥലത്ത്. ഇങ്ങനെയായി മാറുന്ന എങ്ങനെയാണ് പോസിറ്റീവിനെ റിപ്പൽ ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്തു. അങ്ങനെ ഇത് പോസിറ്റീവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, നെഗറ്റീവ് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ സംഭവിച്ചത് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ആ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നെഗറ്റീവ് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതിനനുസരിച്ച് എന്താവും? അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു. അതാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മുടെ ഇ പി. പുറമേ ഉള്ളതാണ് E0. ഇനി പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഇലക്ട്രിക് ഫീൽഡ് വരും. മെറ്റീരിയലിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. അതാണ് ഇ പി. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അപ്പോൾ ഇത് ഇ പി. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് E0 മൈനസ് ഇ പി, അങ്ങനല്ലേ പറഞ്ഞാൽ ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കൂടുന്തോറും ഇവർ തമ്മിലുള്ള ഈ മോളിക്യൂളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലുള്ള അകലം കൂടും. ഈ അകലം കൂടുന്തോറും ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കൂടും, പി കൂടും. കാരണം ഡൈപോൾ മൊമെൻറ്റ് ഇൻഡിക്കേഷൻ ആ Q/2A എന്നല്ലേ, Q/2A. അപ്പോൾ 2A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരും, ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ എന്ന് വെച്ചാൽ അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് കൂടും. അപ്പോൾ ഇതിൽ ഈ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അല്ലേ പോളറൈസേഷൻ വെക്റ്റർ. അപ്പോൾ ഈ പോളറൈസേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ഇത് ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പോളറൈസേഷൻ വെക്റ്റർ വിൽ ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ പോളറൈസേഷൻ വെക്റ്റർ ഈക്വൽ ടു എഴുതുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻ്റ് ചേർക്കാം അല്ലേ? ചേർക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ε0 chi ഇൻറ്റു ഇ. ε0 chi എന്ന് വായിക്കും, ε0 chi ഇൻറ്റു ഇ. ഇതാണ് പോളറൈസേഷൻ വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് വന്നു chi അല്ലേ? chi ഈസ് കോൾഡ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. chi ഈസ് കോൾഡ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഇതിന് യൂണിറ്റോ ഡയമെൻഷണൽ ഫോമുലയൊന്നുമില്ല. ഈ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഈ വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയലിനും ഓരോ സസെപ്റ്റിബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ സസെപ്റ്റിബിലിറ്റി കൂടുതലാണെങ്കിൽ ഈ വെച്ചിരിക്കുന്ന മെറ്റീരിയലിന് സസെപ്റ്റിബിലിറ്റി കൂടുതലാണെങ്കിൽ ഇതിന് വേഗത്തിൽ എളുപ്പത്തിൽ പോളറൈസേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ, കാരണം ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നോൺ പോളാർ ഡയലക്ട്രിക് ആകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഒരു സ്ഥലത്തല്ലായിരുന്നു. എന്നിട്ട് ഇത് ഇവിടെ വെക്കുമ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതല്ലേ പോളറൈസേഷൻ അല്ലേ? അപ്പോൾ ഒരു മെറ്റീരിയലിന് സസെപ്റ്റിബിലിറ്റി കൂടുതലാണെങ്കിൽ ആ മെറ്റീരിയലിന് എളുപ്പത്തിൽ പോളറൈസേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഹൗ ഈസിലി ഇറ്റ് ഈസ് ടു ബി പോളറൈസ്ഡ്, എത്ര എളുപ്പത്തിൽ പോളറൈസേഷൻ സംഭവിക്കും എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ വെക്ടർ ഇങ്ങനെ വന്നു. ഇനി പോളറൈസേഷൻ വെക്ടർ എന്ന് പറയുന്നത് സിഗ്മ പിക്ക് ഈക്വൽ അല്ലേ? സിഗ്മ പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ, സിഗ്മ പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെത് അല്ലേ? അപ്പോൾ ഇത് സിഗ്മ പി എന്ന് പറഞ്ഞാൽ ഇ പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ഇ പി ഇൻഡിക്കേഷൻ എന്നാൽ സിഗ്മ പി ബൈ എപ്സിലോൺ സീറോ അല്ലേ? ഇനി സിഗ്മ പി എന്ന് വെച്ചാൽ ആരാ? സിഗ്മ പി എന്ന് പറയുമ്പോൾ പോളറൈസേഷൻ വെക്ടർ. അപ്പോൾ പിക്ക് വരുത് കൊടുക്കുക, പിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ സിഗ്മ പി കാര്യം മനസ്സിലാക്കണം, സിഗ്മ പി എന്ന് പറയുന്നത് പി ആണ്, ആ പി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതിന് വരെ ഇത് കൊടുക്കുക ε0 chi ഇൻറ്റു ഇ. എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ ε0. സോ ε0 ക്യാൻസൽ, സോ chi ഇൻറ്റു ഇ. അതാണ് ഇ പി വരിക, ഇ പി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഫോർമുല, റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു കാര്യം ചെയ്യാം.
അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇതാണ് അല്ലേ. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, സിഗ്മ ബൈ കെ എപ്സിലോൺ 0 ആണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്, വെർ കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, E0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഷീറ്റിൻ്റെ അല്ലേ ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇ പി എന്ന് പറയുന്നത് ഇതാണ് സിഗ്മ പി ബൈ എപ്സിലോൺ 0, സിഗ്മ പി ബൈ എപ്സിലോൺ 0 ആണ് അല്ലേ. ഓക്കെ, ഇനി സിഗ്മ എന്ന് വെച്ചാൽ എന്താണ്? സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ക്യൂ ബൈ എ, ക്യൂ അല്ലേ, ഇതിനകത്തുള്ള ചാർജ് ക്യൂ അല്ലേ. അപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ ക്യൂ ബൈ എ, അപ്പോൾ ക്യൂ ബൈ എ കെ എപ്സിലോൺ 0, സിഗ്മക്ക് പകരം ക്യൂ ബൈ എ. അപ്പോൾ എഗെയിൻ ഇവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ, അപ്പോൾ ക്യൂ ബൈ എ എപ്സിലോൺ 0. സിഗ്മ പിയോ, സിഗ്മ പി എന്ന് പറയുമ്പോൾ എന്ത് വരും? സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ, അപ്പോൾ സിഗ്മ പി എന്ന് പറയുമ്പോൾ ക്യൂ പി ബൈ എ, സിഗ്മ പി ക്യൂ പി ബൈ എ ഇൻറ്റു എപ്സിലോൺ 0. ക്യൂ പി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചാർജാണ്, ക്യൂ പി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചാർജ്, ക്യൂ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളത്, ക്യൂ പി എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളത് അല്ലേ. സോ എ എപ്സിലോൺ 0 ക്യാൻസൽ, എല്ലാത്തുനിന്നും എ എപ്സിലോൺ 0 ക്യാൻസൽ ആവും. അപ്പോൾ ഈ മൈനസ് ക്യൂ പി ലെഫ്റ്റിലേക്ക് എടുക്കുക, ഈ ടേം റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ ക്യൂ പി ഈക്വൽ ടു എന്താവും? ക്യൂ പി ലെഫ്റ്റിലേക്ക് എടുത്തു, ഈ ടേം റൈറ്റിലേക്ക് പോലെ എന്താവും? ക്യൂ മൈനസ് ക്യൂ ബൈ കെ ആവും. സോ ക്യൂ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ കിട്ടും. ക്യൂ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ, കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇതായിരിക്കും ക്യൂ പി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചാർജ് ക്യൂ പി, ഈ ക്യൂ പിയും ഈ ക്യൂ ഇതിനകത്തുള്ള ചാർജ് ക്യൂ. അപ്പോൾ ക്യൂ പി ക്യൂ തമ്മിലുള്ള റിലേഷനാണിത്. ക്യൂ പി ഈക്വൽ ക്യൂ ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ. ഓക്കെ, ഇനി വേറൊന്ന്, ഇതിൽ നമ്മൾ നോക്കൂ. അപ്പോൾ ശരിക്ക് ഈ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതാണ് E0, അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അത് ശരിക്കും സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരുന്നു. മെറ്റീരിയൽ വെച്ചാലോ, ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചാൽ അതിനെന്ത് സംഭവിക്കും? അതിലുള്ള ഓരോ മോളിക്യൂളിനും പോളറൈസേഷൻ സംഭവിച്ചിട്ട് ഈ ഭാഗം നെഗറ്റീവ് ആവുന്നു, ഈ ഭാഗം പോസിറ്റീവ് ആവുന്നു. ഇതിനകത്തുള്ള ചാർജ് നമ്മൾ ക്യൂ പി എന്ന് വിളിക്കുന്നത്. ഇതിനകത്തുള്ളത് ക്യൂ പി, പുറമെ ഇതിലുള്ളത് ക്യൂ, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും, അതാണ് ഇ പി എന്നെടുത്തത്. ഇനി അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, പിന്നെ ഇ പി ഇങ്ങോട്ട്, പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് അല്ലേ പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള അപ്പോൾ ഇങ്ങനെ രണ്ട് ഇലക്ട്രിക് ഫീൽഡൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണും? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? E0 മൈനസ് ഇ പി. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക, E0 മൈനസ് ഇ പി അല്ലേ. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല എന്നാ? റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുലയാണ് എന്ന് പറഞ്ഞാൽ E0 മൈനസ് ഇ പി. അതിൻ്റെ ഫോമുലയാണ് സിഗ്മ ബൈ കെ എപ്സിലോൺ 0 അല്ലേ, സിഗ്മ ബൈ കെ എപ്സിലോൺ 0. അതിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ E0 അല്ലേ. അപ്പോൾ ഇ ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ E0 ആണ്. അപ്പോൾ അത് E0 ബൈ കെ അല്ലേ. അപ്പോൾ കെ ഇങ്ങോട്ടും ഇതിങ്ങോട്ടും എടുത്താലോ, അപ്പോൾ കെ ഈക്വൽ ടു E0 ബൈ ഇ വരും അല്ലേ. എന്ന് വെച്ചാൽ കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് വേറൊരു ഫോമുല E0 ബൈ ഇ എന്ന് പറഞ്ഞാൽ E0 ഇവിടുത്തെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, E0 എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E0 മൈനസ് ഇ പി. E0 മൈനസ് ഇ പി ആണ് ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ആ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ് ഇ. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റേഷ്യോ ആണ്, ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റേഷ്യോ ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. റേഷ്യോ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ആൻഡ് ഇതെന്താ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡൈഇലക്ട്രിക്. ഇതിൻ്റെ ഉള്ളിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ ഈ തമ്മിലുള്ള റേഷ്യോ ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു ടോപ്പിക് ആയിരുന്നു, റിലേഷൻ ബിറ്റ്വീൻ കെ ആൻഡ് കൈ ഇ. റിലേഷൻ ബിറ്റ്വീൻ കെ ആൻഡ് കൈ ഇ എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റും കൈ എന്താണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, ഇവർ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ഫോമുല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് E ഈക്വൽ ടു E0 മൈനസ് ഇ പി അല്ലേ.
ഇ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇ ഈക്വൽ ടു E0 മൈനസ് ഇ പി അല്ലേ. ഇ പി എന്ന് പറയുമ്പോൾ ഇതാണ് കൈ ഇൻറ്റു ഇ, കൈ ഇൻറ്റു ഇ ആണ് ഇ പി. സോ ടേക്ക് ദിസ് ടേം ലെഫ്റ്റ് സൈഡ്. സോ ഇ പ്ലസ് കൈ ഇൻറ്റു ഇ, ഇ പ്ലസ് കൈ ഇൻറ്റു ഇ ഈക്വൽ ടു എന്ത്, ഈക്വൽ ടു E0. അപ്പോൾ ഈക്വൽ ടു E0. സോ E0 ഈക്വൽ ടു ടേക്ക് ഇ ഔട്ട് സൈഡ്, ഇ ഇൻറ്റു 1 പ്ലസ് കൈ. ടേക്ക് ഇ ടു ദ ലെഫ്റ്റ്. സോ E0 ബൈ ഇ ഈക്വൽ ടു 1 പ്ലസ് കൈ. E0 by E is called K, dielectric constant. So this is K. So K equal to 1 plus chi. This is a relation between dielectric constant K and electric susceptibility chi. This is a relation. K equal to 1 plus chi. Okay? K equal to 1 plus chi. Okay. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ E0 മൈനസ് ഇ പി അല്ലേ വരുന്നത്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു E0ൻ്റെ ഫോർമുല സിഗ്മ ബൈ എപ്സിലോൺ 0, സിഗ്മ ബൈ എപ്സിലോൺ 0 മൈനസ് ഇ പി എന്ന് പറയുമ്പോൾ ഇതാണ്, എന്താണ് സിഗ്മ പി ബൈ എപ്സിലോൺ 0, സിഗ്മ പി ബൈ എപ്സിലോൺ 0. സോ ഇ ഈക്വൽ ടു സിഗ്മ മൈനസ്, ഓക്കെ, സിഗ്മ മൈനസ് സിഗ്മ പി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്മ പി ഈക്വൽ നമ്മളൊരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. സിഗ്മ പി ഈക്വൽ പി, പിൻ്റെ പേര് പോളറൈസേഷൻ വെക്റ്റർ. സിഗ്മ പി ഈക്വൽ പി എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിഗ്മ പിക്ക് പകരം പി, പോളറൈസേഷൻ വെക്റ്റർ ബൈ അപ്സിലോൺ അല്ലേ. രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ അപ്സിലോൺ 0. സോ ഓൾ ഡിവൈഡ് ബൈ അപ്സിലോൺ 0. ടേക്ക് അപ്സിലോൺ 0 ടു ദ ലെഫ്റ്റ്. സോ അപ്സിലോൺ 0 ഇ equal to sigma minus p. P is called a polarization vector. So epsilon 0 E plus P polarization vector equal to sigma nettule. This term epsilon 0 E plus P, epsilon 0 E എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇ അല്ലേ. പ്ലസ് പി, പി ഈസ് കോൾഡ് പോളറൈസേഷൻ വെക്റ്റർ. സിഗ്മ പി ഈക്വൽ ടു പി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. സിഗ്മ പി എന്ന് പറഞ്ഞാൽ പി ആണ്, പോളറൈസേഷൻ വെക്ടറാണ്. സോ ദിസ് ടേം എപ്സിലോൺ 0 ഇ പ്ലസ് പി, ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് ടേക്കൺ ആസ് വെക്ടർ ഡി. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. This is called electric displacement vector. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ ഡയലക്ട്രിക്കിൻ്റെ കേസിൽ. ഇനി ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് dielectric strength. Dielectric strength. എന്താണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്? ഓക്കെ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ടല്ലോ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഡൈഇലക്ട്രിക് വെച്ചു. അതിൽ ജസ്റ്റ് നമുക്ക് ഒരു മോളിക്കൂളിനെ വെച്ച് പറയാം, നോൺ പോളാർ മോളിക്കൂളാന്ന് വിചാരിക്കും. അപ്പോൾ നോൺ പോളാർ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു? നോൺ പോളാർ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മോളിക്കൂളിനെ വെച്ച് പറയുന്നതാണ്. പോസിറ്റീവും നെഗറ്റീവും ഒരു സ്ഥലത്തായിരുന്നു അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിന് കാരണക്കാരൻ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഷീറ്റുകൾ കാരണം, എന്നാൽ ഈ ഷീറ്റുകളുടെ ഇലക്ട്രിക് ഫീൽഡ് കാരണം അതാണ് സംഭവിക്കുന്നത്. ഈ പോസിറ്റീവിനെ റിപ്പൽ ചെയ്തു. അപ്പോൾ പോസിറ്റീവ് അങ്ങോട്ട് പോയി, ഇവിടെയുള്ള നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഇങ്ങോട്ട് വരും. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. അപ്പോൾ പോസിറ്റീവ് അങ്ങോട്ട് പോയി, നെഗറ്റീവ് ഇങ്ങോട്ട് വന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. ഇനി നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിന് കാരണം ആരാടോ? ഇതിലുള്ള ചാർജ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചാർജ് ഇൻക്രീസ് ചെയ്താൽ മതി. രണ്ടിലുള്ള ചാർജ് അങ്ങ് ഇൻക്രീസ് ചെയ്യുക.
ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഫീൽഡും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിൽ ചാർജ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫീൽഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ പോസിറ്റീവിനെ നന്നായി റിപ്പൽ ചെയ്യും. അപ്പോൾ കുറച്ച് നന്നായിട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ പോസിറ്റീവ് കുറച്ചുകൂടി അങ്ങോട്ട് പോകും, നെഗറ്റീവ് നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ പോസിറ്റീവ് കുറേ അങ്ങോട്ടും നെഗറ്റീവ് കുറേ ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും തോറും. ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അർത്ഥമൊന്നുമില്ല, ഇതിലുള്ള ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലുള്ള അകലെ ഇങ്ങനെ കൂടി വരും അല്ലേ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും തോറുമല്ലേ ഇങ്ങനെ ഈ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഇങ്ങനെ അകലെ ഇങ്ങനെ കൂടി വരുന്നത് അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആയാൽ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും തോറും ഇവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആയാൽ ഈ പോസിറ്റീവ് അങ്ങ് ഇങ്ങനെയാവും, നെഗറ്റീവ് ഇങ്ങോട്ട് പോകും. പോസിറ്റീവ് അങ്ങോട്ടും നെഗറ്റീവ് ഇങ്ങോട്ട് അകലം കൂടി ലാസ്റ്റ് ഈ മോളിക്കുൾ അങ്ങ് ബ്രേക്ക് ചെയ്യും. മോളിക്കുൾ ബ്രേക്ക് ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ പിന്നെ മോളിക്കുളല്ല, പോസിറ്റീവ് വേറെ നെഗറ്റീവ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തപ്പെടും. അതിന് നമ്മൾ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. അപ്പോൾ ഈ മോളിക്കുളിന്, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മോളിക്കുളിലുള്ള സെൻറ്റർ ഓഫ് പോസിറ്റീവും സെൻറ്റർ ഓഫ് നെഗറ്റീവും തമ്മിലുള്ള അകലെ ഇങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെ ഇത് പിളരും. എന്ന് പറഞ്ഞാൽ ഇതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. മോളിക്കുൾസിന്, ഇതിനകത്തുള്ള മോളിക്കുൾസിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, ഇനി ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയും. എന്താ ഞാൻ പറഞ്ഞത്? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ് സംഭവം, ഇലക്ട്രിക് ഫീൽഡാണ്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഏത് ഇലക്ട്രിക് ഫീൽഡ്? ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇപ്പോൾ ഞാൻ വെറുതെ പറയാണ് 10⁴ വോൾട്ടാന്ന് വിചാരിച്ചു. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് 10⁴ ഇലക്ട്രിക് ഫീൽഡ് വോൾട്ട് പെർ മീറ്റർ. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് 10⁴ ആണെന്ന് വിചാരിച്ചോ. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സംഭവം ആരാ? ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് അല്ലേ വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വെറുതെ ഞാൻ പറയുകയാണ് 10⁴ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിനേക്കാൾ കൂടിയ, ഇത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്താണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടിയാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇതിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ മോളിക്കുളിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. മോളിക്കുൾ പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് ചെയ്യപ്പെടും, അത് വേറെ ആയി പോകും. അപ്പോൾ ഇതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പോൾ ഇത്ര ഇലക്ട്രിക് ഫീൽഡ് വരെ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇതാന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇത്ര ഇലക്ട്രിക് ഫീൽഡ് വരെ നമുക്ക് കൊടുക്കാം. ഇതിനേക്കാൾ ഫീൽഡ് കൂടിയാൽ, ഇതിനേക്കാൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എത്രയാണോ അതിനേക്കാൾ കൂടിയാലാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. ഈ മോളിക്കുളിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അങ്ങ് സെപ്പറേറ്റ് ചെയ്യും, മോളിക്കുൾ സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഓർ അറ്റ്മോസ്ഫിയർ എന്ന് പറയും. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ, ഇത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. സ്ട്രെങ്ത് ഓഫ് എയർ 3 × 10⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഇത്രയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇതിനകത്തുള്ളത് എയർ മോളിക്കുളാന്ന് വിചാരിക്കും. അപ്പോൾ എയർ മോളിക്കുളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, സെൻറ്റർ ഓഫ് പോസിറ്റീവ് സെൻറ്റർ ഓഫ് നെഗറ്റീവ് ഒക്കെ ഞാൻ കാണിച്ചു. എന്താ വട്ടെ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഇത്രയാന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ഇത്ര ഇലക്ട്രിക് ഫീൽഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇത്ര വരെ നമുക്ക് ഇത്ര വരെ അപ്ലൈ ചെയ്താൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇതിനേക്കാൾ കൂടിയാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിനേക്കാൾ കൂടിയാൽ ഈ എയർ മോളിക്കുൾ എന്താവും? എയർ മോളിക്കുളിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ സ്പ്ലിറ്റ് ആവും, മോളിക്കുൾ സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇലക്ട്രിക് ഫീൽഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം വിത്തൗട്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇത് ഈസ് എ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് വിത്തൗട്ട് ദ ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം ഇലക്ട്രിക് ഫീൽഡാണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇതിനേക്കാൾ ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കും, മോളിക്കുളിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ഓക്കെ, ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്താം.